പത്തനംതിട്ടയിലെ +2 വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ സഹപാഠി അറസ്റ്റിൽ. പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് ആലപ്പുഴ നൂറനാട് സ്വദേശിയെ അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ വീട്ടിലെത്തി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ പെൺകുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തിയിരുന്നു. മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്, ഇത് വലിയ വിഷയമായിരുന്നു. ഇതെങ്ങനെ എന്തൊക്കെയുള്ളതിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ എന്താണ് സംഭവം എന്നുള്ളതിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. കേസിന്റെ കൂടുതൽ വിവരങ്ങൾ. ധന്യതന് 2 ദിവസം മുമ്പാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ പത്തനംതിട്ടയിലെ +2 വിദ്യാർത്ഥിയായ പെൺകുട്ടി മരണപ്പെടുന്നത്. അസ്വാഭാവികമായ മരണത്തെ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടിയിലാണ് ഈ പെൺകുട്ടി 5 മാസം ഗർഭിണിയാണെന്ന വിവരം പുറത്തു വരുന്നത്. മാതാപിതാക്കൾക്കോ ചികിത്സിച്ച ഡോക്ടർമാർക്കോ ഗർഭിണിയാണെന്നുള്ള വിവരം അറിയില്ലായിരുന്നു. പെൺകുട്ടി ഇത് പൂർണ്ണമായും മറച്ചു വെച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ചുരുളഴിയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള തരത്തിലുള്ള തെളിവുകൾ പുറത്തു വന്നു. പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പടക്കം പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. ആത്മഹത്യാ കുറിപ്പിൽ സഹപാഠിയുമായി പ്രണയത്തിലായിരുന്നു എന്നതടക്കമുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെടുത്തി നടത്തിയ അന്വേഷണത്തിലാണ് ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള സഹപാഠിയെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇന്നലെ മുതൽ ഈ ആലപ്പുഴ സ്വദേശിയായ സഹപാഠിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയായിരുന്നു. നിരന്തരമായ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഒരു കുറ്റസമ്മത മൊഴി ഈ സഹപാഠിയുടെ ഭാഗത്തു നിന്ന് പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ്. പെൺകുട്ടിയുടെ വീട്ടിലെത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ഈ സഹപാഠി സമ്മതിക്കുന്നുണ്ട്. ഇതോടുകൂടി ഈ സംഭവ വികാസങ്ങളുടെ ഒരു ഉത്തരവാദിത്വം ഈ സഹപാഠിക്കാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ കേസിൽ ശാസ്ത്രീയമായ തെളിവുകൾ അടക്കം ഉണ്ടാക്കുവാൻ വേണ്ടി ഈ സഹപാഠിയുടെ രക്തസാമ്പിൾ അടക്കം ശേഖരിക്കുന്ന നടപടികളിലേക്ക് പോയിരുന്നു. DNA ടെസ്റ്റ് നടത്താനുള്ള പ്രക്രിയയിലാണ്. അതിന്റെ റിസൾട്ട് വരാൻ അല്പം താമസമെടുക്കും. ഏതായാലും ഈ ഘട്ടത്തിൽ ഒരു കുറ്റസമ്മത മൊഴി ഈ സഹപാഠിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചതോടെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമാണ് പുറത്തു വരികയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഒരു അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് പിന്നീട് വകുപ്പ് മാറ്റുകയും പോക്സോ വകുപ്പുകൾ അടക്കം ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ